ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം ഹൽവയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നോർമലി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുപ്പുള്ള പഴമാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ലെവലിലുള്ള പഴമായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അധികം പഴുപ്പില്ലാത്ത പഴം വെച്ചും ചെയ്യാം. പക്ഷേ ഈ ഒരു പഴുപ്പായിട്ടുള്ള പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തൊലിയൊഴിക്കാണ്ട് മുറിക്കാണ്ട് തന്നെ വെച്ചത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ പഴുപ്പുള്ള പഴം ആയതുകൊണ്ട് തന്നെ അതിന് നല്ല അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര നോക്കിയിട്ട് കൊടുക്കണമായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇഡ്ഡലിയിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഏലക്കായുടെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യും ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ പഴം ഒന്ന് ഒലിച്ച് ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രം അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പാത്രമായിരിക്കണം. ഇത് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ല മൂപ്പായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. പിന്നെ ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബനാന ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം നമുക്കിത് ഇങ്ങനെ അടച്ചു വെക്കാം. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പഴമൊക്കെ ഇപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാര ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. നന്നായിട്ട് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോന്നോളും. ഇനി ഇത്തിരി നേരം ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ഫുള്ള് പാലും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പകുതി പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പിൻ്റെ പകുതി പാലേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പാലിൽ നിന്നും കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പാല് ഫുള്ള് ഇതിലേക്ക് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരണ വരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ആക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഈ സ്റ്റേജൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം
സൈഡിൽ നിന്നൊക്കെ വിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന വിധത്തിൽ സെർവ് ചെയ്യാം. അതല്ല മുറിച്ചെടുത്ത് പീസാക്കിയിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നെയ്യ് പറ്റിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത ശേഷം മുറിച്ച് പീസാക്കിയിട്ട് ആ രീതിയിലും നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഈ രീതിയിലാണ് സെർവ് ചെയ്യണത്. ജസ്റ്റ് ടീസ്പൂൺ കൊണ്ട് എടുക്കാവുന്ന പാകത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ ആ രീതി ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. ഇനിയിപ്പോൾ പഴം അധികം പഴുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കളയണ്ട, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്